started. Woo! ബോസ് എന്താണ് ഈ എഴുതുന്നത്? ഓഹോ, പുള്ളി കഥ എഴുത്തും തുടങ്ങിയോ? കൊള്ളാം. ഇനിയിപ്പോ വിശപ്പും ദാഹവും ഒന്നും അറിയണ്ട. അഥവാ വിശന്നാൽ തന്നെ ആ സമയം കഥയെടുത്ത് വായിച്ചാൽ മതിയല്ലോ. ഫ്രെഡി, താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കഥയോ? എന്ത് കഥ? ഏത് കഥ? ഞാൻ ബോസ് എഴുതിക്കൊണ്ടിരിക്കുന്ന കഥയുടെ കാര്യം പറഞ്ഞതാ. അതിന് ഞാൻ കഥ എഴുതുകയാണെന്ന് ആര് പറഞ്ഞു? പിന്നെ ബോസ് എന്താണ് ഈ എഴുതുന്നത്? ഇതൊരു അനൗൺസ്മെന്റ് ആണ്. ഓഹോ, കൊള്ളാം. അനൗൺസറുടെ ജോലി നന്നായിരിക്കും. ബോസിനാണെങ്കിൽ പരപരാന്നുള്ള ശബ്ദം ഉണ്ടല്ലോ. തോക്കിൽ കയറി വെടിവെക്കാതോ ഫ്രെഡി. എനിക്ക് ചെയ്യാനുള്ള അനൗൺസ്മെന്റ് മാത്രമല്ല ഇത്. ഹോ, അപ്പോ എനിക്ക് ചെയ്യാനുള്ളതാണല്ലേ? എങ്കിലത് ആദ്യം പറയണ്ടേ? എന്റെ ശബ്ദം കൊള്ളാം അല്ലേ ബോസ്? ഇവന് ഞാനിപ്പോ തല്ലിക്കൊന്നു പോകുമല്ലോ. എടോ ഫ്രെഡി, താൻ ഇത് എത്രയും പെട്ടെന്ന് ബനാന FM-ൽ എത്തിക്കണം. FM-ലോ? എന്തിന്? ആ പിള്ളേരെ പിടികൂടാനുള്ള എന്റെ അടുത്ത തന്ത്രമാണിത്. ഞാൻ വളരെ ബുദ്ധിപൂർവം കണ്ടുപിടിച്ച തന്ത്രം. ഒരു കെണി. എന്താണ് തന്ത്രം? എന്ത് കെണി? ഓഡിഷൻ ട്രാപ്പ്. അതാണ് എന്റെ തന്ത്രം. അടിപൊളി ബോസ്, അടിപൊളി. താങ്ക് യു. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ടാണോ അടിപൊളി എന്ന് പറഞ്ഞത്? ഓ, അത് ഞാൻ സ്ഥിരമായി പറയും പോലെ അങ്ങ് പറഞ്ഞതാ. പറയൂ ബോസ്, എന്താണ് പുതിയ തന്ത്രം? എല്ലാം പറയാം. താൻ ആദ്യം ഈ മാറ്ററും പണവും FM-ൽ കൊടുത്തിട്ട് വാ. ഓക്കെ ബോസ്. ഇത്തവണ ഞാൻ ആ പിള്ളേരെ എന്റെ കെണിയിൽ വീഴ്ത്തും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയൂ. ഈ മാറ്ററും ക്യാഷും ഇവിടെ ഏൽപ്പിക്കാൻ ബോസ് പറഞ്ഞു. ബോസ്? നോ, ഞാനല്ല ബോസ്. എന്റെ ബോസ് ആണ് ബോസ്. ഓഹോ, ആരാണ് താങ്കളുടെ ബോസ്? എന്റെ ബോസ് ആണ് എന്റെ ബോസ്. അത് മനസ്സിലായി. ബോസിന്റെ പേരില്ലേ, അത് പറയൂ. ഡഗ്ലസ്, അതാണ് എന്റെ ബോസ്. ഓ, ഡഗ്ലസ് സാറ് കുറച്ചു മുൻപേ വിളിച്ചിരുന്നു. ശരി, ക്യാഷും മാറ്ററും തന്നോളൂ. ഇന്ന് തന്നെ അനൗൺസ് ചെയ്യണം. അർജന്റ് ആണെന്ന് പറയാൻ പറഞ്ഞു. ഷുവർ, ഇന്ന് തന്നെ ചെയ്യാം. നാളെയല്ലേ പ്രോഗ്രാം? എന്ത് പ്രോഗ്രാം? ഓ ഓ യെസ്, നാളെയാണ് പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. കഴിഞ്ഞ തവണ ഞാൻ പഠിപ്പിച്ചു തന്ന ആ സ്റ്റെപ്പ് ഒന്ന് ചെയ്തേ. ഏത് സ്റ്റെപ്പ്? അതിന് സെയിം എനിക്കൊന്നും പഠിപ്പിച്ചു തന്നില്ലല്ലോ. എങ്കിൽ ലൂവായിക്കായിരിക്കും ഞാൻ സ്റ്റെപ്പ് പഠിപ്പിച്ചത്. ഒന്ന് ചുമ്മാതിരിക്കും സെയിം. എനിക്ക് സെയിം ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇല്ലേ? പിന്നെ ആർക്കാ ഞാൻ സ്റ്റെപ്പ് പഠിപ്പിച്ചത്? മൈക്കിൾ ജാക്സൺ ആയിരിക്കും. വിളിക്കല്ലേ? സമ്മതിച്ചു. നിങ്ങളൊക്കെ വലിയ കഴിവുള്ള ആളുകളാ, നമ്മള് പാവം. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അയ്യടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നാമി ഡാൻസ് ചെയ്യും, ലൂവായി പടം വരയും, സെയിം അഭിനയിക്കും. ആക്ടിംഗ് സെയിമിന് അതിന് അഭിനയിക്കാൻ അറിയൂ. പിന്നെ ഞാൻ ഭാവിയിലെ ഫിലിം സ്റ്റാർ അല്ലേ ലാമി? ഇവൻ അഭിനയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഹോംവർക്ക് ചെയ്യാതെ പോയിട്ട് മിസ്സിന്റെ മുമ്പിൽ ഇവൻ അഭിനയിക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ? തിരിച്ചു ഞാൻ ഫിലിം സ്റ്റാർ ആയി കഴിയുമ്പോ രണ്ടുപേരും എന്റെ മുന്നിൽ ഓട്ടോഗ്രാഫ് വാങ്ങാൻ വരും. തരുന്നുണ്ട്. ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഉടൻ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന സിനിമയിലേക്ക് ബാലതാരങ്ങളെ ആവശ്യമുണ്ട്. നാളെ ബനാന ഐലൻഡ് ബാങ്ക് ഹാളിൽ നടക്കുന്ന ഓഡീഷനിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ടൈം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ. ഇത് ഞാൻ തകർക്കും. നീ കാര്യമായിട്ടാണോ? യെസ്, ഐ ആം സീരിയസ്. നോക്കിക്കോ, ഞാൻ ഓഡീഷനിൽ പങ്കെടുക്കും, ജയിക്കും, ഫിലിം സ്റ്റാർ ആവുകയും ചെയ്യും. ഞാനാണ് സൂപ്പർമാൻ. ഇടിച്ചു നിർത്തും ഞാൻ എല്ലാത്തിനും. ലാമി, ഇതാണ് അഭിനയം. ഇതിന് പരാക്രമം എന്നാ പറയാ. അമ്മേ, എനിക്ക് മാപ്പ് തരൂ അമ്മേ. അവൻ മാപ്പ് ചോദിക്കുന്നു. ഈ മേപ്പാണോ ചേ, ഞാൻ അഭിനയിക്കുകയാണ് ലൂവായി. ശല്യം ചെയ്യാതെ പോ. സെയിം ഓഡീഷന് പോവാണോ? അതെ പപ്പ. ഓൾ ദി ബെസ്റ്റ് സെയിം. താങ്ക് യു പപ്പ. ലാമിയും ലുവായും കൂടെ വരുന്നില്ലേ? അത് ഞങ്ങളെ അവൻ കൂടെ കൂട്ടുന്നില്ല പപ്പ. ഞങ്ങളുണ്ടെങ്കിൽ അവന് ശരിയായി പെർഫോം ചെയ്യാൻ കഴിയില്ലെന്നാ പറയുന്നത്. ഇവൻ എന്നെ കളിയാക്കും പപ്പ. എങ്കിൽ ഓക്കെ, ഞാൻ
തിരിച്ചു വന്നിട്ട് കാണാം. ബോസ്, കുറച്ച് കുട്ടികൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഓഡിഷൻ തുടങ്ങിയാലോ? ആ പിള്ളേരെത്തിയോ? അവരെയാണ് നമുക്ക് വേണ്ടത്. ഇതല്ലേ ഫിലിം ഓഡിഷൻ? അവൻ അസൈമെത്തി. ആദ്യം അവന് വെച്ച് തുടങ്ങാം. ഫ്രെഡി, ശബ്ദം മാറ്റി അവനോട് സംസാരിക്കൂ. ഓക്കെ ബോസ്. സെയിം വരൂ. എന്റെ പേരറിയുമോ ചേച്ചി? ചേച്ചിയല്ല, ചേട്ടൻ. ചേട്ടൻ. ശബ്ദം കേട്ടപ്പോ ഞാൻ കരുതി. സോറി. കുഴപ്പമില്ല, നമുക്ക് തുടങ്ങാം. രണ്ട് രീതിയിലാണ് ഓഡിഷൻ നടക്കുക. ഒന്ന്, ഇവിടെ നിങ്ങളുടെ ആക്ടിംഗ് പരിശോധിക്കും. ഓക്കെ. പിന്നെ കാറിലുള്ള ഒരു ഷോട്ട് ഷൂട്ട് ചെയ്യും. ഓക്കെ. ഇതൊക്കെ എന്ത്? തുടങ്ങൂ അങ്കിൾ. യെസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സീൻ അഭിനയിച്ചു കാണിക്കൂ. യെസ്. ഞാനാണ് സൂപ്പർമാൻ. ഇടിച്ചു നിരത്തും ഞാൻ എല്ലാത്തിനും. ഡിഷ് ഡിഷ് ഡിഷ്. വൗ, സൂപ്പർ സൂപ്പർ. താങ്ക് യു. ഇനി കാറിലെ സീൻ ഷൂട്ട് ചെയ്താലോ? യെസ്. ചിങ്കു, കാർ റെഡിയല്ലേ? പയ്യൻ വന്ന് കാറിൽ കയറിയാൽ ഉടനെ പറപ്പിച്ചു വിട്ടോണം. എന്റെ പരീക്ഷണശാലയിൽ പൂട്ടിയിട്ടാ മതി. ഓക്കേ? യെസ് സർ. നമുക്കും അവന്റെ കൂടെ പോവാമായിരുന്നു. പക്ഷെ അവൻ നമ്മളെ കൂട്ടിയില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഹാപ്പി കിഡിനെയും കൂട്ടി ഒന്ന് പോയി നോക്കാം. വേണ്ട ലാമി, നമ്മളെ അവിടെ കണ്ട ജീവന് ദേഷ്യം വരും. നമുക്ക് ഒളിച്ചിരുന്ന് കാണാമെന്നേ. വിളിക്ക്. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാ വിശേഷം? അല്ല, സെയിം എവിടെ? സെയിം ഫിലിം ഓഡിഷന് പോയി. വാവ്, ഓഡിഷൻ. എന്തേ നിങ്ങൾ പോയില്ലേ? ഞങ്ങളെ അവൻ കൂട്ടിയില്ല ഹാപ്പി. അവൻ ഒറ്റയ്ക്ക് പോയി. നമുക്കൊന്ന് പോയി നോക്കാം. ബാങ്ക് ഹാളിലാ. ഓക്കേ. ഓക്കെ സെയിം, വരൂ. നമുക്ക് കാറിലെ സീൻ ഷൂട്ട് ചെയ്യാം. ഞാൻ റെഡി. സിനിമയിലെ റോള് എനിക്ക് തന്നെ കിട്ടുമല്ലോ അല്ലേ? പിന്നെന്താ, ഉറപ്പായും കിട്ടും. കിടിലൻ പെർഫോമൻസ് ആണല്ലോ. വാ, നമുക്ക് പാർക്കിംഗ് ഏരിയയിൽ പോവാം. അയ്യോ, ഹാപ്പി വീണു. ഹാപ്പി എന്ത് പറ്റി? അത് പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലെ തെറിച്ച് വീഴുകയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. എന്താ പെട്ടെന്ന് ഇങ്ങനെ? എനിക്കെന്തോ ഒരു അപകടം മണക്കുന്നു. ഈ പരിസരത്ത് എവിടെയോ ഡഗ്ലസ് ഉണ്ട്, അല്ലാതെ ഇങ്ങനെ വരില്ല. ശരിയാ, ഡഗ്ലസ് ഉള്ള സർക്കിളിൽ ഹാപ്പി ഗേഡിന് പ്രവേശിക്കാൻ പറ്റില്ലല്ലോ. ഗോഡ്, അപ്പോ ഈ ഓഡിഷൻ പ്ലാൻ ചെയ്തത് ഡഗ്ലസ് ആയിരിക്കുമോ? അതെ, അങ്ങനെയാവാനാണ് സാധ്യത. നിങ്ങളെ പിടികൂടാൻ, അതുവഴി എന്നെ അടിമയാക്കാൻ. സമ്മതിക്കരുത് ഹാപ്പി, നമ്മുടെ ജെയിമിനെ രക്ഷിച്ചേ പറ്റൂ. അവൻ എവിടെ? അകത്ത് കാണുമായിരിക്കും. നമ്മുടെ ജെയിം എളുപ്പം രക്ഷിക്ക് ഹാപ്പി. പക്ഷേ ഡഗ്ലസ് അടുത്തുള്ളത് കൊണ്ട് എനിക്ക് പറക്കാനുള്ള ശക്തി കിട്ടുന്നില്ല. ഇനി എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. അവിടെ വേറെയും കുട്ടികൾ ഉണ്ടാവുമല്ലോ. അവരെ ആ ഡഗ്ലസിനെതിരെ തിരിക്കണം. വേഗം ചെല്ല്. ഇവിടെ ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആളുകൾ ആരുമില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു ഒരു പയ്യനെ കാറിലെ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി താഴേക്ക് കൊണ്ടുപോയതാ. ഇപ്പൊ വരും. നോക്കിയിരുന്നോ? അവര് നിങ്ങളെ പറ്റിച്ചതാ. അവരാ പയ്യനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളോടൊന്നും ഒരു വാക്കും പറയാതെ അവർ പോവാൻ നോക്കുകയോ? അത്രയ്ക്കായോ? വാടോ, വാ, ശരിയാക്കണം അവന്മാരെ. ഫ്രെഡി, വേഗം കയറ്. നമുക്കുടനെ നമ്മുടെ വീട്ടിലെത്തണം. യെസ് ബോസ്. നില്ലടാ അവിടെ. ഞങ്ങൾ ഇവിടെ ഇരുത്തിയിട്ട് രണ്ടും കൂടെ മുങ്ങുകയാണല്ലേ. അവന്റെ ഒരു ഓഡിഷൻ അടിക്കടാ. ഓടിക്കോ. അങ്കിൾ പ്ലീസ് എന്നെ വെറുതെ വിടൂ. ഇല്ല, സാറ് പറഞ്ഞ പോലെ ഞാൻ ചെയ്യൂ. അയ്യോ, എന്റെ കാർ എവിടെ പോയി? ഇത് ഹാപ്പിയുടെ സൂത്രമാണല്ലോ. അതെ, അത് തന്നെ. ഇതെന്ത് അത്ഭുതം! കാറെങ്ങനെ സൈക്കിളായി? എടോ, ഞാൻ ആരാണെന്നാ താൻ കരുതിയത്? മന്ത്രവാദിയാ ഞാൻ, മന്ത്രവാദി. അയ്യോ അയ്യോ, ആന! അയ്യോ, രക്ഷിക്കണേ! അയ്യോ! ഹായ് ഫാൻഡോ. താങ്ക് യു ഫാൻഡോ. അയ്യോ! എന്നാലും അവന്മാരെങ്ങനെ നമുക്കെതിരെ തിരിഞ്ഞു? ആർക്കറിയാം?
സാർ, എന്താ സംഭവിച്ചത്? ഇതിൽ പരം ഇനി എന്ത് സംഭവിക്കാൻ? അയ്യോ. ഓടിക്കോ, അവൻ വീണ്ടും വന്നു. ഇയാളുടെ ഓരോ ഉണക്ക ഐഡിയ കൊണ്ട് എന്തെല്ലാം അനുഭവിക്കണോ എന്റെ ദൈവമേ. അടിപൊളി പെർഫോമൻസ്. അവരെ ഉറപ്പായും സിനിമയിൽ എടുക്കും. ഹാപ്പി കിഡ്.